ഹലോ കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വീട്ടിലൊക്കെ കുറേ നാളത്തേക്ക് ശേഷം നല്ലൊരു മഴ പെയ്തു. അങ്ങനെ മഴയുള്ള ഒരു പ്രഭാതത്തിൽ ഒരു പുതിയ വീഡിയോ. ഇത് ഞങ്ങളുടെ വീട്ടിൽ ദോശയായിരുന്നു. രാവിലെ എണീറ്റ് ദോശയൊക്കെ ചുട്ട് അതിനുശേഷം വെളിയിൽ കൂടെ ഇങ്ങനെ നടന്നപ്പം എടുത്തൊരു വീഡിയോ ആണ്. പിന്നെ ഒരു ബീഫ് കറി. ബീഫ് നേരത്തെ വേവിച്ച് ഒരു 5 വിസിൽ എത്ര വേവുണ്ടോ അതിനനുസരിച്ച് നമ്മൾ നേരത്തെ കഴുകി കുക്കറിൽ വിസിൽ കേൾപ്പിച്ച് വെക്കണം. അതിനുശേഷം കുറച്ച് നമ്മുടെ സവാളയും വഴറ്റി വെച്ചിരുന്നതാണ് ആദ്യം കാണിച്ചത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് ആവശ്യത്തിനുള്ളത് എടുത്ത് മൂപ്പിച്ച് കുറച്ച് ബ്രൗൺ കളർ ആവുന്നവരെ മൂപ്പിക്കണം. ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ കുക്കറിൽ നേരത്തെ വേവിച്ച് വയ്ക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നല്ല വഴണ്ട് വന്നതിന് ശേഷം അതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ബീഫ് മസാല ആണെങ്കിൽ സാധാരണ മസാല ആയിരുന്നാലും ഇട്ട് വഴറ്റി അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇതുപോലെ വഴറ്റി നന്നായിട്ട് എടുക്കാം. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വലിയ കാടല്ല, അങ്ങനെ ഒരു വസ്തു ഏകദേശം കാട് പോലെ ഇരിക്കുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയെടുത്ത് നന്നായിട്ട് വഴറ്റുക. കുക്കറിൽ ഒരു 2 വിസിൽ കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് നമുക്ക് വഴണ്ടി കിട്ടും. അതിന് ശേഷം ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബീഫ് വേവിച്ചെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ഉള്ളി വഴണ്ട് വരാൻ തന്നെ നല്ല സമയം പിടിക്കും. അപ്പം അതിനേക്കാളും എളുപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഉള്ളി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് ആവശ്യത്തിന് നമുക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അത് ചേർക്കാം. പച്ചമുളക് എല്ലാം നേരത്തെ ചേർത്തിട്ടുണ്ട്. ചെറുതാം കുറുകി വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇതിലോട്ട് തട്ടി ആവശ്യത്തിന് മൊത്തം നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് ഉപ്പ് കൂടെ ചേർത്ത് ബാക്കി ചെയ്യാം. ഒരുവിധം ഏകദേശം റെഡിയായി. ഉപ്പൊക്കെ നോക്കി കറക്റ്റായിട്ട് നമുക്കിനി മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ബീഫിന് നല്ല വേവുണ്ടായിരുന്നു. അപ്പം ഇതിനൊരു 10 മിനിറ്റ് വേണം. ആദ്യം കുറച്ച് തീ കൂട്ടി വയ്ക്കണം. അപ്പം അതിന് ശേഷം തീ കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ മതി. തിളച്ച് വന്നിട്ടുണ്ട് ഇവിടെ. ബീഫ് ഏകദേശമായി. I wish a void opened in the air. Just suck me up, 'cause I really don't care. While I'm falling, I wondered if you would miss me when I'm gone. While I'm falling, I wondered if you would miss me when I am gone. I feel so hollow inside. Promise me everything, but please don't lie.
ഇതൊരു സ്കേർട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ്. ഞാൻ സെപ്പറേറ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ്. കുഞ്ഞു പിള്ളേരുടെ സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്കിതുപോലെയൊക്കെ ചെയ്തെടുക്കാം. എക്സ്ട്രാ നമുക്ക് നമ്മുടെ കയ്യിലുള്ള തുണി വെച്ചിട്ട് കോണിക്കൽ ഷേപ്പിൽ മടക്കി അളവ് ഏത് പാവാടയാണോ അതേ പാവാട അതിൻ്റെ മുകളിൽ വെച്ച് അളവെടുക്കുന്നതാണ് ഇപ്പം ചെയ്യുന്നത്. അതിനുശേഷം അത് മാർക്ക് ചെയ്ത് അതിൻ്റെ അളവ് പാവാടയുടെ എത്രയാണോ അളവ് അതിൻ്റെ കൂടെ എപ്പോഴും ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം വരയ്ക്കാൻ. അതിനുശേഷം പാവാടയൊക്കെ നല്ല എളുപ്പമാണ്. അടിഭാഗവും മടക്കി അടിച്ചിട്ട് അരയുടെ ഭാഗവും കുറച്ച് നമ്മുടെ നൂലിടാൻ വേണ്ടിയുള്ള അത്രയും മടക്കി അടിച്ച് കഴിഞ്ഞാൽ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ അത് കംപ്ലീറ്റായി. ഇത്രയേ ഉള്ളൂ പാവാടയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. I wish a void opened in the air to suck me up, 'cause I really don't care.